ലൈവില് സിജോ ശരണ്യരുടെ അടുത്തും ശ്രീധുവിന്റെ അടുത്തും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഗെയിമിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്തായാലും ബുധനാഴ്ച ബിഗ് ബോസ് എന്നെ കയറ്റി വിട്ടത് 3 ദിവസത്തെ റെസ്റ്റും ഈ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനാണ്. അടുത്ത ആഴ്ച മുതൽ ഞാൻ ഗെയിം തുടങ്ങും എന്നാണ് സിജോ പറയുന്നത്. എന്തായാലും ഈ ആഴ്ച വന്നിട്ട് സിജോയുടെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതാണ്. വന്നിട്ട് ഈ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഈ ആഴ്ച എല്ലാം ഒന്ന് നോർമലാക്കി അതിലേക്കൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് 3 ദിവസം എനിക്ക് ബിഗ് ബോസ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച മുതൽ എനിക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കും. ആ ആളെ പുറത്താക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുക എന്നാണ് അവിടെ ഇരുന്ന് സിജോ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട്. സിജോനെ അതൊക്കെ സാധിക്കുമോ എന്നുള്ളത് അറിയില്ല എനിക്ക്. എന്തായാലും സിജോന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് അവിടെ മറ്റാരുമല്ല ജിൻഡോയാണ്. ജിൻഡോയുടെ കാര്യങ്ങളും ഇതൊന്നും ഇഷ്ടമല്ല എന്ന് അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. എന്തിന് കഴിഞ്ഞ ആഴ്ചയിലെ ഗെയിമിനെ കുറിച്ചും അവിടെ സിജോ ഇരുന്ന് പറയുന്നുണ്ട്. അവിടെ കഴിഞ്ഞ ആഴ്ച ഗെയിം മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് സിബിൻ ബ്രോയെ ആയിരുന്നു. സിബിൻ ബ്രോ വെട്ടിത്തെളിച്ചിട്ട വഴിയിലൂടെ നിങ്ങൾ സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രോയാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. സിബിനോട് പേഴ്സണലി എനിക്ക് യാതൊരു ഇഷ്ടക്കേടോ ദേഷ്യമോ ഒന്നുമില്ല. പക്ഷെ സിബിന്റെ ഗെയിം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിനോട് എനിക്ക് എന്തോ പേഴ്സണലി യോജിക്കാൻ കഴിയില്ല. സിബിന്റെയും അതുപോലെ തന്നെ ജിൻഡോയുടെയും പറയുന്നുണ്ട്. അവരോട് രണ്ടുപേരോടും എനിക്ക് അവരുടെ ആ ഗെയിം എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഞാൻ കളിക്കുമായിരുന്നു. പക്ഷെ സിബിൻ ബ്രോ ഇനി ഇല്ലാത്തത് കൊണ്ട് അത് കഴിഞ്ഞു. മറ്റൊരാളാണ് ലക്ഷ്യം എന്നുള്ള രീതിയിൽ സിജു അവിടെ പറയുന്നുണ്ട്. ലക്ഷ്യം മറ്റാരുമല്ല ജിൻഡോ തന്നെയാണ്. അത് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അവിടെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ശരണ്യരെ ഗെയിമിനെ കുറിച്ച് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ പാമ്പും കോണിയും കളിക്കുന്ന സമയത്ത് 2, 3 ഒക്കെ വീഴുമ്പോൾ ശരണ്യ കയറി പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കോണി ഉണ്ടാവില്ല. ആ കോണി ഇതുവരെ ശരണ്യ കയറിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആ കോണി കയറാനായിട്ട് ശരണ്യക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ ഇതൊരു ചെസ് കളി പോലെയാണ്. കരുക്കൾ നീക്കുമ്പോൾ ശ്രദ്ധിച്ച് കരുക്കൾ നീക്കണം, അല്ലാന്നുണ്ടെങ്കിൽ വെട്ടിപ്പോവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ സിജോ ഇരുന്ന് ലൈവിൽ പറയുന്നുണ്ട്. ഈ സിജോയിൽ ഒരുപാട് പ്രതീക്ഷ പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇത് വെറും ഡയലോഗ് മാത്രമാവാതെ സിജോയിൽ നിന്ന് നല്ല ഗെയിമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ജിൻഡോനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സിജോയാണ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. ജിൻഡോനെ എങ്ങനെ താഴോട്ട് വലിച്ചിടാം എന്നാണ് ഇപ്പോൾ സിജോയുടെ ഗെയിം എന്ന് പറയുന്നത്. അത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അടുത്ത ആഴ്ച മുതൽ കാണിച്ചു തരാമെന്നാണ് സിജോ വെല്ലുവിളിച്ചിരിക്കുന്നത്.